യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രാരംഭമായി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ വേഗം ദേവദാസന്മാർ വായിക്കണേ. കാരണം ഞാൻ ഇന്ന് വളരെ ചുരുക്കം ഒരു മെസ്സേജാണ് നിങ്ങളോട് പറയാം. ചെറിയൊരു ഷോർട്ട് മെസ്സേജാണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റിനകത്ത് തന്നെ കാണുന്നവർ ഇത് മുഴുവൻ കേട്ടിട്ടേ അതിനകത്ത് മാറാവൂ, പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. ലൂക്കോസ് 7:11 മുതൽ 15 വരെ ശുഭാസ് വായിച്ചു. പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. നയൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും വലിയൊരു പുരുഷാരവും ഉണ്ടായിരുന്നു. വായിച്ചു. പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ കൊണ്ട് പുറത്തു കൊണ്ടിരുന്നു. അല്ലെ, പട്ടണത്തിൽ നിങ്ങോട്ട് കൊണ്ടുവരിക. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ഈ അമ്മയുടെ പ്രത്യേകത എന്താ പറയുക? അമ്മ വിധവയായിരുന്നു, ഭർത്താവില്ല, ജീവിത പങ്കാളി ഇല്ലാത്തൊരു സ്ത്രീ. അപ്പൊ താൻ ആരിൽ പ്രതീക്ഷ വെച്ചോ ആ പ്രതീക്ഷ വെച്ചവനും ഇല്ലാതായി മാറി. തന്റെ മകൻ വളർന്നു വന്ന് നല്ലൊരു സ്ഥാനത്തെത്തി മകന്റെ നന്മകൾ കാണണം എന്ന് ആഗ്രഹിച്ച അമ്മ, ആ അമ്മയുടെ മുമ്പിൽ മകൻ ഇല്ലാതായി മാറുന്നു. അതിന്റെ തീവ്രത എത്ര ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ അങ്ങനൊരു അമ്മ യേശുവിന്റെ മുമ്പിൽ പെടുകയാണ്. വായിച്ചാൽ അവൾ വിധവയായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട്. എന്താ? ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആഴത്തിലേക്ക് അതിലേക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് തലയെടുത്ത് എല്ലാവരും ബൈബിളിൽ ഇങ്ങോട്ട് നോക്കി. ഈ അമ്മയെ കണ്ടിട്ട് യേശു കർത്താവ് മനസ്സലിഞ്ഞു. ഈ അമ്മയെ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അമ്മയുടെ ഹൃദയത്തിലെ കലക്കവും വേദനയെല്ലാം ആർക്കറിയാം? ഈ അമ്മയുടെ നിലവിളി ആർക്കറിയാം? ഹൃദയത്തിന്റെ താങ്ങാൻ പറ്റാത്ത ഭാരത്തെ ആരറിഞ്ഞു? സർവശക്തനായ തമ്പുരാൻ കണ്ടു, അറിഞ്ഞു. നിന്റെ വേദനകളെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ഒരുവനല്ല ഞാൻ വിളിച്ചു പറയുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. അവൾ അവിടെ നിന്ന് കരയട്ടെ. അവളുടെ ജീവിതത്തിൽ അവളുണ്ടായ ഈ അനുഭവങ്ങളൊക്കെ ഇതിലും വലിയത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല യേശു. ലോകം അങ്ങനെയൊക്കെ പറയും. സ്വന്തക്കാരും ചർച്ചക്കാരും മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? വേണ്ടപ്പെട്ടവരൊക്കെ മുമ്പിൽ നിന്ന് കരയുകയും കൂടെ ആശ്വാസ വാക്കുകൾ പറയുകയും ചെയ്യും. മാറുന്നത് അവർ പറയും ഇതിനേക്കാളും വലുത് വരാതിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ചെയ്ത എന്തോ തിന്മയുടെ ഫലം ഇതൊക്കെ. മാറി നിന്ന് ഇങ്ങനെ പറയുന്നവരുടെ ഒരു സമൂഹമാണ്. കൂടെ നിന്ന് കരയും, കൂടെ നിന്ന് ആശ്വസിപ്പിക്കും, കണ്ണുനീരൊക്കെ ഒപ്പിത്തരും, മാറി നിന്ന് ചെയ്യും. അതാ ലോകം. ഇതാ ലോകത്തിന്റെ അടുപ്പവും ലോകത്തിന്റെ തലങ്ങളും. പക്ഷേ മനസ്സലിവുള്ള ഒരുവൻ പറയാ കരയേണ്ട. മനസ്സലിവുള്ള ഒരുവനോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നീ കരയേണ്ട. വായിച്ചാട്ടെ. അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. യഹൂദ പ്രമാണത്തിന്റെ ന്യായകൽപ്പനകളുടെ അടിസ്ഥാന ലംഘനം എന്താണ്? മഞ്ചത്തിൽ തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ ആരാന്നൊക്കെയുള്ള വസ്തുതകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് മുൻപുള്ള മെസ്സേജുകൾ കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ശവമഞ്ചത്തിൽ ഇന്ന തലത്തിലുള്ളവർക്ക് തൊടാൻ പാടില്ല. തൊട്ടാൽ തൊട്ടവൻ അശുദ്ധൻ. പക്ഷെ യേശു കർത്താവ് മഞ്ചത്തിൽ തൊട്ടു. ഹല്ലേലൂയ. ചിലപ്പോ ഒരുത്തനായിട്ട് പറയണം, നോക്കണം, ഈ ഒരു ശവമഞ്ചത്തിൽ തൊട്ടു, അശുദ്ധനായി. നമ്മുടെ മര്യാദകളുടെ ലംഘനം, നമ്മുടെ ആചാരങ്ങളുടെ ലംഘനം. യേശു മഞ്ചത്തിൽ തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ നിന്നു. വായിച്ചാണ്. ബാലിക്കര മരിച്ചവൾ പറയും എഴുന്നേൽക്കുക. നിന്റെ വിഷയങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, മരണം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലേ? നീ ആഗ്രഹിച്ച, നീ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് അടഞ്ഞു തീർന്നു എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ
ആ ഫുൾ സ്റ്റോപ്പിന്റെ അടിയിൽ ഒരു കോമായി ഇട്ട് പുതിയൊരു തലത്തിലേക്ക് നിന്നെ എത്തിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ആഴത്തിൽ പഠിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് ബൈബിളിൽ നിങ്ങോട്ട് തല ഉയർത്തിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിധി കൽപ്പിച്ചെടുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്നു എന്ന് തീർന്നു എന്ന് വിധി കൽപ്പിച്ച മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി പുതിയൊരു വഴി എന്നെ നമ്പരെ തുറക്കാൻ പോയി. അടഞ്ഞു ഇല്ല എന്ന് വിധി കൽപ്പിച്ചെടുത്ത് ലോകക്കാർ പറഞ്ഞു തീർന്നു, ഇനി ഒരു മറുപടിയില്ല, ഇനി ഒരു ചരിത്രം തുടങ്ങത്തില്ല. ഇത് പുതിയ ഒന്ന് നിനക്ക് വേണ്ടി തമ്പുരാൻ തുറക്കാൻ പോകുന്നു. അവിടെ ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുവേ. ലോകക്കാര് പറയും, എങ്ങനെ ഓപ്പണാണ്, എങ്ങനെ തുറക്കാന്? പുതുവഴി തുറന്നിടും എന്റെ ദൈവം. ഹാലിൽ അവിടെ പ്രതീക്ഷകളെല്ലാം മറ്റ് ഏക പ്രതീക്ഷ തന്നെ മകനില്ലാതായ അവസരത്തിൽ അവളോട് പറയാ കരയണ്ട, അവളോട് മനസ്സലിഞ്ഞു എന്ന് വചനം പറയുന്നു. അതായത് 13ാമത്തെ വാക്യം. അവളോട് മനസ്സലിഞ്ഞ് നീ കരയണ്ട എന്ന് യേശു പറഞ്ഞു. മഞ്ചത്തിൽ തൊട്ടു, മഞ്ചം ചുമക്കുന്നവർ നിന്നു. യേശു ആ മരിച്ചു കിടക്കുന്നവർ എഴുന്നേൽക്കുക. വായിച്ചാട് മരിച്ചവൻ എഴുന്നേറ്റു, ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവനെ യേശു തമ്പുരാൻ ആ മരിച്ച പയ്യനെ എഴുന്നേൽപ്പിച്ച് ആരെ ഏൽപ്പിച്ചു? കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തീർന്നുവെന്ന് വിധി കൽപ്പിച്ച പ്രതീക്ഷകൾ അറ്റുപോയ അമ്മയുടെ കയ്യിലേക്ക് ആരെ ഫലമേൽപ്പിച്ചു? അടഞ്ഞൊരു അധ്യായത്തെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുക. അടഞ്ഞിട്ടില്ലെന്നേ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കേട്ടോ, ഇന്ന് പകൽക്കാലം ഇതൊരു ദൂതായി ഏറ്റെടുത്തോണം. അടഞ്ഞല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചിലത് നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് നടക്കാൻ പോകുന്നു. ആരൊക്കെയോ പൊട്ടിയടച്ചതിനെ, ആരൊക്കെയോ എഴുതി തള്ളിയതിനെ ജീവിതത്തിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എങ്ങനെ നടക്കാൻ പാസ്റ്റർമാരുടെ മെസ്സേജ് പറയാൻ എളുപ്പം, ബൈബിളിലെ വാക്യമൊക്കെ എടുത്തു വെച്ച് പ്രസംഗിക്കാൻ എളുപ്പമായി. പ്രായോഗികത അത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടറിഞ്ഞ വിഷയങ്ങളായി പറയാം. ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകൾ അതുപോലെ തന്നെ ആമീൻ പറഞ്ഞ് ഊവെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആമീൻ പറഞ്ഞ വിഷയങ്ങൾക്ക് അതുപോലെ തന്നെ സംഭവിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തോ ഒരു ആഴത്തിലുള്ള പ്രശ്നങ്ങൾ, എന്തോ ഒരു ഇരുട്ട, the midst of darkness, ഇരുട്ടിന്റെ മധ്യത്തിൽ എന്റെ നാഥൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സാധിക്കുമോ? നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. അതിന്റെ 15 വരെയുള്ള ഭാഗം വായിച്ചു. എബ്രായർ 4:12 മുതൽ 16 വരെയുള്ള ഭാഗം വായിച്ചാൽ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും വേർപിടിക്കുന്നതും വരെ തുളച്ച് ചെല്ലുന്നതും വിവേചിക്കുന്നതും ആകുന്നു ദൈവവചനം. എന്നാൽ എന്ത്? ഓക്കെ, വായിച്ചു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. കേട്ടോ, ആ തമ്പുരാനോടെ നമുക്ക് ഇടപാട് അല്ലേ? എവിടെ പോയി ഒളിച്ചാലും എവിടെ ഇരുന്നാലും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്നു ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതും
പങ്കെടുക്കുന്നു പറഞ്ഞത് ഒന്നും രഹസ്യങ്ങളില്ല, അവൻ അറിയാത്തതൊന്നുമില്ല. വായിച്ച അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. അപ്പൊ വഴി ഒരുക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ആ ദൈവം നമ്മുടെ എല്ലാ അവസ്ഥകളെയും നല്ലവണ്ണം അറിയുന്നവനാകുന്നു. എവിടെ ചെന്ന് കയറുവാനും ശക്തിയുള്ള മൂർച്ചയുള്ള ആയുധമാകുന്നു വചനം. ഇരുവായ്ത്തലവാളിനേക്കാളും ശക്തിയുള്ള വചനം എനിക്ക് വേണ്ടി പുറപ്പെടും. എത്രാമത്തെ വാക്യം ഇപ്പൊ വായിച്ചു? ബാക്കി വായിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. കേട്ടോ, ആരാ നമുക്കുള്ളത്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അതുകൊണ്ട് മുറുകെ പിടിച്ചോളെന്ന് പറഞ്ഞാൽ ധൈര്യമായിരിക്കുക. മനസ്സിലാകുന്നു? ധൈര്യമായിരിക്കുക. വായിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ. കേട്ടോ, നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പറഞ്ഞാൽ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവുള്ളവരാണ്. വായിച്ചാണ്. പാവമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഹല്ലേലൂയ. വായിച്ചാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തെ കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ, എങ്ങനെയല്ലേ? ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിന്റെ അടുത്ത് ചെല്ലുക. കംപ്ലീറ്റ് ആയി. എങ്ങനെ ചെല്ലണ്ടേ? എങ്ങനെ ചെല്ലണ്ടേ? ഒരു വിഷയം കണ്ടാൽ കരയാത്തവരാരെങ്കിലും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിൽ പിടിച്ചു നിന്നിരിക്കും, പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരുടെ വിഷയം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു. അങ്ങനെയൊന്നും ഇല്ല. ചിലവർക്കില്ല, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള സ്വസ്നേഹികളുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. നല്ല കാര്യമാണ്. തന്നെത്താനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഡ്രസ്, എൻ്റെ വീട്, എൻ്റെ ബൈക്ക്, എൻ്റെ കാർ, ഇങ്ങനെ ഒരു ദിവസം എൻ്റേന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. എന്നെ എന്തെങ്കിലും പോയാലും എൻ്റെ വീട്ടിലൊരു സന്തോഷമായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുമുണ്ട്. എൻ്റെ സമയം പോയാലും എൻ്റെ പൈസ പോയാലും എൻ്റെ കൂടെയുള്ളവരും സന്തോഷമായിട്ടിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നല്ലതുണ്ടാകണം, ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് കേട്ടോ. അപ്പൊ ധൈര്യത്തോടെ എവിടെ ചെല്ലുക? കടന്നേലുക. യേശു കർത്താവിന്റെ സന്നിധിയിൽ കടന്നേലുക. നമുക്കുള്ള മഹാപുരോഹിതന്റെ പ്രത്യേകത, അവൻ മറുപടി തരുവാൻ കഴിവുള്ളവനത്രേ. നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിക്കുന്ന യേശു അപ്പ നമുക്ക് മറുപടി തരുവാൻ കഴിവുള്ളവനത്രേ. അവനതിനെ ഉറക്കുവാൻ കഴിവുള്ളവൻ, ഏത് മലയും എടുത്ത് നിരത്തുവാൻ കഴിവുള്ളവൻ, മറുപലകളെ സമതലമാക്കാൻ കഴിവുള്ളവൻ, അവനുമായിട്ടത്രേ എനിക്ക് കാര്യമുള്ളത്. ആ പ്രാഗൽഭ്യത്തിൽ, ആ ഉറപ്പിൽ മുന്നോട്ട് ചലിക്കുന്നവൻ വിളിച്ചു പറയും, സകലതും സാധിക്കും. സകലതും കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, ഭാരം, പ്രയാസം, ഉത്കണ്ഠ എല്ലാം വ്യക്തി ജീവിതങ്ങളിൽ മാറിപ്പോകട്ടെ. നടക്കത്തിൽ ആകുലത കൊണ്ട്, ടെൻഷൻ കൊണ്ട് നിറഞ്ഞവർ ഫ്രീ ആകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവികമായ സ്വസ്ഥതയും സമാധാനം കൊണ്ട് നിറഞ്ഞതിനെ ഓർത്ത് നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ തമ്പുരാൻ, നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു നാളും കൈവിടത്തില്ലെന്നുള്ള തിരിച്ചറിവ് അകത്തും ഉണ്ടാകട്ടെ. മറുളാൽ ഹല്ലേലൂയ ഉത്തരങ്ങളാൽ ചോദിച്ച വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടികളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിനെ സാക്ഷ്യങ്ങളാൽ ഉറപ്പിക്കുന്നതിനെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ വിളിച്ചു പറയുക, ഒന്നിനെ ചൊല്ലി ഭാരപ്പെടാൻ. മറുപടി തരുമെന്ന് വാക്കു പറഞ്ഞിട്ടുള്ളവൻ അവൻ നിനക്ക് മറുപടി തരുവാൻ മതിയായവനത്രേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.
വിടുതൽ നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.